ഈ ആഴ്ചയിൽ നിങ്ങൾ അറിയേണ്ട പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വർഷത്തെ വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രന്. ഈ വർഷത്തെ വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 44ാം വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്കാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിക്കുന്ന ശില്പവുമാണ് അവാർഡ്. മഹാകവി അക്കിത്തം അന്തരിച്ചു. ജ്ഞാനപീഠം ജേതാവ് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചു. ഒക്ടോബർ 15-നായിരുന്നു അന്ത്യം. 94 വയസ്സായിരുന്നു. പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ജനന മരണ രജിസ്ട്രേഷന് ആധാർ നിർബന്ധമല്ല. ജനന മരണ രജിസ്ട്രേഷനുകൾക്ക് ഇനി മുതൽ ആധാർ നിർബന്ധമല്ലെന്ന് രജിസ്ട്രാർ ജനറൽ അറിയിച്ചു. 1969 RBD നിയമപ്രകാരമാണ് ജനന മരണ രജിസ്ട്രേഷൻ നടത്തുന്നത്. ആധാർ നമ്പർ ഉൾപ്പെടുത്തണമെന്ന ഭേദഗതി വരുത്തിയിട്ടില്ല. തിരിച്ചറിയൽ രേഖകളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ അപേക്ഷകന് ആധാർ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ ഇത് നിർബന്ധമല്ലെന്ന് ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പുറത്തുവിടുന്നത് 3 മാസത്തേക്ക് നിർത്തുന്നതായി ബാർക്ക്. വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ, അതായത് ബാർക്ക്, നിർത്തിവെച്ചു. 3 മാസത്തേക്കാണ് നിർത്തിവച്ചിരിക്കുന്നത്. റേറ്റിംഗ് പരിശോധനാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കിയ ശേഷം റേറ്റിംഗ് പുനരാരംഭിക്കും. ഈ മാസം ആദ്യം റേറ്റിംഗിൽ കൃത്രിമത്വം കാട്ടിയെന്നാരോപിച്ച് ചില ചാനലുകൾക്കെതിരെ മുംബൈ പോലീസ് കേസെടുത്തിരുന്നു. എന്താണ് ഈ ബാർക്ക്? ചാനലുകളുടെ റേറ്റിംഗ് മാനദണ്ഡം പ്രവർത്തിക്കുന്നത് എങ്ങനെ? പരസ്യദാതാക്കൾ, പരസ്യ ഏജൻസികൾ, ചാനലുകൾ എന്നിവരുടെ സംയുക്ത ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഇത്. ബാർക്ക് അഥവാ ദി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ 2010-ലാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും 2015 ജൂലൈയിലാണ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാർക്ക് രജിസ്റ്റർ ചെയ്തത്. ഇനി എന്താണ് TRP? ഒരു പ്രത്യേക കാലയളവിൽ എത്ര സമയം സമൂഹത്തിലെ ഏതൊക്കെ വിഭാഗം പ്രേക്ഷകർ ചാനലുകൾ എത്ര സമയം കണ്ടു എന്നതാണ് TRP. ചാനലുകളുടെ ജനപ്രീതി അളക്കാൻ ബ്രോഡ്കാസ്റ്റിംഗ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് TRP. ലളിതമായി പറഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവിൽ എത്ര സമയം സമൂഹത്തിലെ ഏതൊക്കെ വിഭാഗം പ്രേക്ഷകർ ചാനലുകൾ എത്ര സമയം കണ്ടു എന്നതാണ് TRP. ഇത് 1 മണിക്കൂർ, 1 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച എന്നതാണ് കണക്കാക്കുന്നത്. ഓരോ ആഴ്ചകളിലുമാണ് TRP റേറ്റിംഗ് പുറത്തുവിടുന്നത്. കഴിഞ്ഞ വർഷം FICCI EY പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ടെലിവിഷൻ വിനോദവുമായി ബന്ധപ്പെട്ട് 78,700 കോടി രൂപയുടെ വ്യവസായം നടന്നിട്ടുണ്ട്. ഏതു ചാനലിൽ തങ്ങളുടെ പരസ്യം നൽകണമെന്നും അതിനുള്ള നിരക്ക് എത്രയെന്ന് നിർണ്ണയിക്കാനും TRP റേറ്റിംഗിലൂടെ പരസ്യദാതാക്കൾക്ക് സാധിക്കും. TRP കണക്കാക്കുന്നത് എങ്ങനെയാണ്? 45,000 വീടുകളിൽ ബാർക്കോമീറ്റർ സ്ഥാപിച്ചാണ് ചാനൽ പരിപാടികളുടെ ജനപ്രിയത കണക്കാക്കുന്നത്. ശമ്പളം, വിദ്യാഭ്യാസം എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വീടുകളെ 12 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ വീടുകളിലെ വൈദ്യുതി കണക്ഷൻ മുതൽ കാർ വരെയുള്ള 11 ഇനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് 12 വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക പരിപാടി കാണുമ്പോൾ ഈ വീടുകളിലെ അംഗങ്ങൾ അവരുടെ വ്യൂവർ ID ബട്ടൺ അമർത്തും. ഇത്തരത്തിൽ ഒരു വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേക ID ഉണ്ടാകും. ഇതിലൂടെ അവർ ചാനൽ കണ്ട സമയം രേഖപ്പെടുത്തും. പ്രായവ്യത്യാസം അനുസരിച്ച് പ്രേക്ഷകന്റെ അഭിരുചികളും ഇത്തരത്തിൽ ശേഖരിക്കപ്പെടും. ഇനി TRP ഡാറ്റയിൽ എങ്ങനെ കൃത്രിമത്വം കാട്ടാൻ സാധിക്കും എന്ന് നോക്കാം. ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന ജീവനക്കാരെ ചാനൽ ഉടമകൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ അവർക്ക് കൈക്കൂലി നൽകി കൃത്രിമത്വം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. TV ഓണാക്കുമ്പോൾ തങ്ങളുടെ ചാനൽ ആദ്യം ലഭ്യമാക്കണമെന്ന് കേബിൾ ഓപ്പറേറ്റർമാരോട് ആവശ്യപ്പെടുന്നതും കൃത്രിമത്വം നടത്തുന്നതിന്റെ ഭാഗമാണ്. TRP എന്നത് രാജ്യത്തെ മുഴുവൻ പ്രേക്ഷകരും കാണുന്ന ചാനൽ പരിപാടിയുടെ റിപ്പോർട്ടല്ല, മറിച്ച് TV കാഴ്ചക്കാരെ പ്രതിനിധീകരിക്കുന്ന 45,000-ഓളം കുടുംബങ്ങൾ എന്ത് കണ്ടു എന്നതാണ്. HBO ഇന്ത്യയിൽ സംപ്രേഷണം അവസാനിപ്പിക്കുന്നു. അമേരിക്കൻ ടെലിവിഷൻ ചാനലുകളായ HBO, WB എന്നിവ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സംപ്രേഷണം അവസാനിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കി ഉടമസ്ഥരായ വാർണർ മീഡിയ ഇന്റർനാഷണൽ. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ് എന്നിവിടങ്ങളിൽ 2 ചാനലുകളും ഡിസംബർ 15ഓടെ സംപ്രേഷണം അവസാനിപ്പിക്കും. ഓൺലൈൻ സ്ട്രീമിംഗ് സംവിധാനം വ്യാപകമായതോടെ ചാനലിലെ സീരീസുകൾക്ക് കാര്യമായ ജനപ്രീതി കിട്ടുന്നില്ല എന്നതും കോവിഡ് പ്രതിസന്ധിയുമാണ് ചാനൽ സംപ്രേഷണം അവസാനിപ്പിക്കുന്നതിന് കാരണം. ഒരാഴ്ചയിൽ നിങ്ങൾ അറിയേണ്ട പ്രധാന വാർത്തകളുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.